പ്രൊഫസർ വി ടി രമ ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. പ്രൊഫസർ വി ടി രമ മാം, ഈ വഞ്ചിയൂരിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട റോഡിടിഞ്ഞ് ഒരു തോട്ടിൽ ആമേഴാൻ തോട്ടിലേക്ക് വീണതുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ ജനം ടി വി വാർത്താ സംഘത്തെ, പ്രത്യേകിച്ച് വനിതാ മാധ്യമപ്രവർത്തകയൊക്കെ ഉണ്ടായിരുന്നു. ശാലിനിക്കൊക്കെ എതിരെ ബോഡി ഷേമിംഗ് ഒക്കെ നടത്തിയൊരു സാഹചര്യമുണ്ട്. മുൻ വാർഡ് കൗൺസിലർ ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് അത്തരത്തിൽ ആക്രമണം നടന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ സാഹചര്യത്തെ? കേരള മോഡൽ എന്ന് എപ്പോഴും പ്രകീർത്തിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതാണ് ലേറ്റസ്റ്റ് കേരള മോഡൽ. സത്യത്തെ നാട്ടുകാരുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ടീമിനെ, ചാനൽ ടീമിനെ വളരെ മോശമായ രീതിയിൽ കയ്യേറ്റം ചെയ്യുക എന്ന് പറയുമ്പോൾ സത്യം മൂടി വയ്ക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ ശ്രമത്തെയാണ് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ ചാനലിൽ തന്നെ പറഞ്ഞതുപോലെ സ്കൂൾ തുറക്കാറായി. ഈ തിരുവനന്തപുരത്ത് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേ റോട്ടിൽ ഇറങ്ങാൻ വയ്യ. ബ്ലോക്കാണ്, വെള്ളമാണ്, ചളിക്കുണ്ടാണ്, കുഴികളാണ്. എവിടെയൊക്കെ ആരൊക്കെ മറിഞ്ഞു വീഴുമെന്ന് പോലും അറിഞ്ഞൂടാ. എത്ര മോട്ടോർ സൈക്കിളുകൾ കുഴിയിൽപ്പെടും എന്നറിഞ്ഞൂടാ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനത്തിന്റെ സമയവും ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്ര മോശമായ നമ്മുടെ റോഡുകളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയവരെ കയ്യേറ്റം ചെയ്യുന്നത് ഒരു മുൻ കൗൺസിലറുടെ നേതൃത്വത്തിലാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവ്, അദ്ദേഹം പഴയ കൗൺസിലർ കൂടി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പെൺകുട്ടിയെ റിപ്പോർട്ട് ചെയ്യാൻ തന്റെ ഇടത്തോടെ എത്തി സത്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച ജനം ടി വി പ്രവർത്തക ശാലിനിയെ ബോഡി ഷേമിംഗ് അടക്കം നടത്തുന്ന രീതിയിൽ മോശമായി ചിത്രീകരിക്കുക, ഈ ചാനൽ സംഘത്തിന്റെ ക്യാമറ തട്ടി നീക്കാൻ ശ്രമിക്കുക, അവരെ എതിർക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അരാജകത്വത്തിന്റെ പറുദീസയിലാണ് ഇന്ന് കേരളം എന്ന് പറയേണ്ടി വരും. തിരുവനന്തപുരത്തെ മേയറുടെയും കൂട്ടരുടെയും ധാർഷ്ട്യം നമ്മൾ എന്നും വായിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ ആ ടീമിന്റെ തന്നെ, തിരുവനന്തപുരം ഇടതുപക്ഷ ടീമിന്റെ നേതൃത്വത്തിലാണ് ജനം ടി വി ചാനലിനെ ആക്രമിക്കുന്നത്. വളരെ വളരെ ഭീകരമായ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക. ഒരു മഴക്കാലം വരുമ്പോൾ മഴക്കാലത്തിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ ശുഷ്കാന്തിയോടെ ചെയ്യുമ്പോഴാണ് ഒരു കോർപ്പറേഷന്റെ വർക്ക് നടക്കുന്നുള്ളൂ. ഇവര് നാട്ടുകാരുടെ വോട്ട് വാങ്ങി അവിടെ വന്നവരാണ്. ആ നാട്ടുകാരോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധതയുണ്ടെങ്കിൽ അവർ ഈ വർക്ക് തീർക്കണമായിരുന്നു. ചെയ്തില്ല എന്നതും പോട്ടെ, അവർ ചെയ്യാതിരുന്ന കുറ്റം ജനസമക്ഷം വിളിച്ചു പറയുന്നവരെ അടിച്ചമർത്തുക എന്ന് പറയുമ്പോൾ ഇതാണ് ഫാസിസം, ഇതാണ് ഹിറ്റ്ലറിസം, ഇതാണ് CPM-ന്റെ മുഖമുദ്ര. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ധാർഷ്ട്യം കാണിക്കുന്ന ചെറുപ്പക്കാരി കേരളത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ മേയറാണ്. അവരുടെ സിൽബന്ധികളാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഈ കോർപ്പറേഷന്റെ ഇടതുപക്ഷ ഭരണത്തെ രക്ഷിക്കാൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിനെ എങ്ങനെ അപലപിക്കണം എന്നുള്ളതാണ്. ഇത്രയും മോശമായ രീതിയിലേക്ക് കേരളത്തിന്റെ ഇടതുപക്ഷ ഭരണം അധപ്പതിച്ചു, കോർപ്പറേഷന്റെ ഭരണം അധപ്പതിച്ചു എന്ന് പറഞ്ഞാൽ പണ്ട് മാധ്യമങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മാധ്യമങ്ങളെ കൂടി പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല എന്ന സ്വേച്ഛാധിപത്യ പ്രവണതയിലേക്ക് ഇവിടുത്തെ ഇടതുപക്ഷത്തെ കയറൂരി വിട്ടുകൊണ്ട് ഏത് അതിക്രമവും അവർക്ക് കാണിക്കാം, അവരുടെ തെറ്റുകൾ വിളിച്ചു പറയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോ ഇത് അടിയന്തരാവസ്ഥയുടെ മൂത്ത അടിയന്തരാവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും.